അപ്പോൾ ഡോക്ടർ, മദ്യപാനം കൊണ്ട് വേറെ എന്തെല്ലാം രോഗങ്ങളുണ്ടാവും? മദ്യപാനം കൊണ്ട്, ഞാൻ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലും ഗ്യാസ്ട്രോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പം മദ്യം സാധാരണ രീതി ഒരു ദിവസം കഴിച്ചുകൊണ്ട് സിറോസിസ് ഉണ്ടാകുന്നില്ല. പക്ഷെ ഒരു ദിവസം കഴിച്ചുകൊണ്ടുണ്ടാകുന്ന ലിവറിൻ്റെ അതിദാരുണമായിട്ട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖം. ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ക്വാണ്ടിറ്റി ആൾക്കാർ ഒറ്റ ദിവസം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഹെപ്പറ്റൈറ്റിസ്, അതായത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ലിവറിന് ഉണ്ടാകുന്ന നീർവീഴ്ചയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ആൽക്കഹോൾ കൊണ്ട് ഒറ്റ ദിവസത്തെ ആൾക്കഹോൾ കൊണ്ട് തന്നെ ഉണ്ടാകാം. പക്ഷേ ഈ സിറോസിസ് എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായിട്ടുണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. അത് ആദ്യം ഒരു ഫാറ്റി ലിവറായിട്ട്, അതായത് ലിവറിനകത്ത് ഫാറ്റ് അടിഞ്ഞിട്ട് അതിൻ്റെ സോഫ്റ്റ്നെസ് നശിക്കുന്ന ഒരു പ്രക്രിയയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അതിന് തന്നെ പല ഗ്രേഡുകളുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് അതിന് ഫൈബ്രോസിസ് സ്റ്റേജിലോട്ട് വരും. അതായത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ലിവർ എടുത്ത് നോക്കുകയാണ്, നമ്മൾ ഏത് ജന്തുവിൻ്റെ ലിവർ എടുത്ത് നോക്കിയാൽ ഞെങ്ങുകൊള്ളുന്നൊരു സാധനമാണ്. പക്ഷേ കുറച്ചുകൂടെ ഫേമാവുന്നതാണ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അത് അടുത്ത ഘട്ടത്തിലേക്ക് ചെല്ലുമ്പോഴാണത് തിരിച്ചു വരാൻ പറ്റും. ഫൈബ്രോസിസ് വരെയും നമുക്ക് തിരിച്ചു വരാവുന്നൊരു ഘട്ടമാണ്. പക്ഷേ ഫാറ്റി ലിവറാണ് ഫസ്റ്റ് സ്റ്റേജ്. ഫസ്റ്റ് ഫാറ്റി ലിവർ ഒന്നും ഫൈബ്രോസിലോട്ട് പോയതിനു ശേഷം വീണ്ടും സിറോസിസ് ആവുന്നതാണ് അതിൻ്റെ തിരിച്ചു വരാൻ പറ്റാത്തൊരു. ഈ ഫാറ്റി ലിവർ ആയിരിക്കുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ എയർലി ഫൈബ്രോസ് ആയിരിക്കുന്ന സമയത്തോ നമുക്ക് ചികിത്സയിലൂടെ തിരിച്ച് നോർമൽ ലെവലിലേക്ക് ആക്കാൻ പറ്റും. പ്രത്യേകിച്ച് ആൾക്കാർ പോലുള്ള ഉപഭോഗങ്ങൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറയ്ക്കൽ ഇല്ലാതാക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറയ്ക്കാൻ നമുക്ക് പറയാൻ പാടില്ല. അതുപോലെ എൻ്റെ ചോദിച്ച ചോദ്യം ലിവർ അല്ലാതെ ഇതിനെയാണ്. പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥി, പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ആഗ്നേയഗ്രന്ഥി എന്നാണ്. ആഗ്നേയഗ്രന്ഥി എന്ന് പേര് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ അഗ്നി ഉണ്ടാക്കുന്നതെന്നാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുന്ന സാധനമാണ്. അപ്പോൾ ദഹന പ്രക്രിയയെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ആഗ്നേയഗ്രന്ഥി. ഈ ആഗ്നേയഗ്രന്ഥിക്ക് നീർവീഴ്ച വരാം. നീർവീഴ്ച ഒന്ന് സംഭവിക്കുന്ന പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ഈ ആഗ്നേയഗ്രന്ഥിയിലെ സ്രാവങ്ങൾ തൊട്ടടുത്തുള്ള ഓർഗൻസിനെയൊക്കെ വ്യാപിച്ചിട്ട് അവിടെയൊക്കെ പൊള്ളലുകളോ ഫ്ലൂയിഡ് കളക്ഷൻസോ ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാൻക്രിയാസിനകത്ത് തന്നെയും പുറത്ത് തന്നെയും ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുക. പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ളൊരു അസുഖമാണ്. ചിലവർക്ക് ജീവഹാനി തന്നെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ആൾക്കാർ ലിവർ മാത്രമല്ല പാൻക്രിയാസ് ഉൾപ്പെടെയല്ല, ചിലവർക്ക് ഈ പാൻക്രിയാറ്റൈറ്റിസ് തന്നെ കൊണ്ടിട്ട് റീനൽ ഫെയിലിയർ, അതായത് കിഡ്നി ഫെയിലിയറിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലിവർ സിറോസിസിനെക്കാട്ടിലും വലിയ പ്രശ്നമാണോ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് ഓരോ പ്രശ്നത്തിനെ ഇങ്ങനെ ക്വാണ്ടിഫൈ ചെയ്തിട്ട് അതാണോ ഇതാണോ വലുതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ പാൻക്രിയാസിൽ ഉണ്ടാകുന്ന പാൻക്രിയാറ്റൈറ്റിസ് വളരെ ഗുരുതരമായിട്ടുള്ള രോഗമാണ്. സിറോസിസ് എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നതാണ്. പക്ഷേ നമ്മുടെ ലിവറിൻ്റെ ഏറ്റവും വലിയൊരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ ലിവർ റീജനറേറ്റീവ് കപ്പാസിറ്റി ഉള്ളതാണ്. അതായത് ലിവറിൻ്റെ ഒരു പകുതി മുറിച്ച് കളഞ്ഞാലും രോഗിക്ക് പ്രശ്നമൊന്നും വരുന്നില്ല, സാധാരണ നോർമൽ ലിവർ ആണെങ്കിൽ. പക്ഷേ അത് ഘട്ടം ഘട്ടമായിട്ട് ഇത് കാലാന്തരേണ അത് പൂർണ്ണ വളർച്ച എത്തുകയും ചെയ്യും, വലുതാവുകയും ചെയ്യും. ലിവർ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ എപ്പോഴാണ് നമ്മൾ നോർമലാണ് ലിവർ എന്ന് പറയുന്നത്? നമ്മൾ ലിവർ സാധാരണ രീതി ഫാറ്റി ലിവറോ മറ്റൊന്നും ഒരു പ്രയാസങ്ങളോ ഇല്ലെങ്കിൽ അതിന് നോർമൽ എന്ന് പറയാം. അപ്പോൾ അത് നോർമലായിട്ടുള്ള ഒരു ലിവർ പകുതിയോളം മുറിച്ച് കളഞ്ഞാൽ പോലും ബാക്കി പകുതി കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഈ ഫൈബ്രോസിസ് ഉള്ള ഒരാളുടെ അങ്ങനെ പറ്റൂല, അത് പറ്റൂല. ഫൈബ്രോസിസ് ഉള്ള നമ്മൾ അതിൻ്റെ, അതായത് ലിവറിന് ചെറിയ ഫങ്ഷനുകളൊന്നുമില്ല, കോടാനുകൂടി ഫങ്ഷൻസാണ് ലിവറിനുള്ളത്. അതിൽ 100ലധികം ഫങ്ഷൻസാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിനെ നിലനിർത്തുന്ന തന്നെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. അതായത് പ്രത്യേകിച്ചൊരു ഉദാഹരണം പറയാം. നമുക്ക് ബ്രെയിനകത്തോട്ടുള്ള എനർജി, ഊർജം കൊടുക്കുന്നത് ഗ്ലൂക്കോസാണ്. നമ്മൾ പക്ഷേ ഗ്ലൂക്കോസായിട്ട് തന്നെ കഴിക്കണമെന്നില്ല. നമ്മൾ കഴിക്കുന്നത് ഒരുപക്ഷെ ഒരു ബീഫായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പച്ചക്കറി ആയിരിക്കാം. അതിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ലിവർ ചെന്നിട്ടാണ്. നമ്മൾ കഴിക്കുന്ന ഏത് പദാർത്ഥമായാലും, പ്രോട്ടീൻ ആവട്ടെ കടലയാവട്ടെ എന്ത് രീതിയിലുള്ള പദാർത്ഥമായാലും ഇൻറ്റസ്റ്റൈനിലൂടെ അത് സർക്കുലേഷനിലൂടെ ലിവറിലെത്തുകയും ലിവറിൽ ചെന്നതിന് ശേഷം ഇന്നിടത്തേക്ക് അത് വേണം, ഗ്ലൂക്കോസ് വേണം, ബ്രെയിനിലേക്ക് ഇത്ര ഫ്യൂവൽ ആവശ്യമാണ്, ആ ഫ്യൂവലിന് വേണ്ടുന്ന ഫ്യൂവൽ ഉണ്ടാക്കി കൊടുക്കേണ്ടുന്നത് ലിവറാണ്. അതിപ്പോൾ മസിൽ ഇത് കൂടുതൽ ജിമ്മിൽ പോകുന്ന ആൾക്കാണെങ്കിൽ കൂടുതൽ മസിലിൻ്റെ പേയം ഉണ്ടാവും. അപ്പോൾ പ്രോട്ടീനാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ ലിവർ തീരുമാനിക്കും ഇത്ര എമൗണ്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻസാണ് ലിവറിനകത്ത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് കോടിക്കണക്കിന് കെമിക്കൽ റിയാക്ഷൻസാണ് ഉണ്ടാകുന്നത്. ആ റിയാക്ഷൻസിനെ കൊണ്ടിട്ടാണ് പല സൈക്കിളുകളും കെമിക്കൽ സൈക്കിളുകളും അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. ആ റിയാക്ഷൻസ് കൊണ്ടാണ് നമ്മുടെ ബോഡി
നിലനിർത്തുന്നത്. ലിവറിൽ നിന്ന് നമ്മുടെ ബോഡി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നിലനിർത്തുന്നതിനെല്ലാം ബാധിക്കും. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ രക്തചംക്രമണം നമ്മുടെ രക്തക്കുഴലിനകത്ത് ബ്ലഡിനെ നിലനിർത്തുന്നത് ആ രക്തക്കുഴലിലൂടെ ഓടുന്ന ബ്ലഡിൻ്റെ വിസ്കോസിറ്റി കൊണ്ടാണ്. നമ്മൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവും വിസ്കോസിറ്റി. ആ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫ്ലൂയിഡ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വിസ്കോസിറ്റി ഉള്ളൊരു സാധനം വേണം. അതുണ്ടാക്കുന്നത് ലിവറാണ്, ആൽബുമിൻ. അത് ലിവർ മാത്രമേ ശരീരത്തിൽ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ആൽബുമിൻ്റെ അളവ് വെച്ച് നോക്കുകയാണെന്ന് ലിവർ പ്രവർത്തിക്കുന്നു ഇല്ലെന്ന് വേണമെങ്കിൽ കണ്ടുപിടിച്ച് പറയാം. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആൽബുമിനാണെന്നുണ്ടെങ്കിൽ 10-21 ദിവസം നിലനിൽക്കും. പക്ഷെ പുറത്തുനിന്ന് കൊടുക്കുന്ന ആ ആൽബുമിൻ അപ്പോൾ തന്നെ മെറ്റബോളൈസ് ചെയ്ത് പോകും. അതുകൊണ്ട് നമുക്ക് ലിവറിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ബ്ലഡ് ചംക്രമണം ചെയ്യുന്നതിനായിട്ട് ഇപ്പം ചിലവർ സിറോസിസ് ഉള്ളവർക്ക് പറയുന്നതാണ് വയറ് വീർത്ത് വെള്ളം കെട്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ രക്തക്കുഴലിനകത്ത് ഈ ആൽബുമിൻ ഇല്ലാത്തത് കാരണം അതിനകത്ത് വിസ്കോസിറ്റി ഇല്ലാത്തതുകൊണ്ട് വാട്ടറിനെ റിട്ടേൺ ചെയ്യാൻ പറ്റുന്നില്ല. റിട്ടേൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് പുറത്തേക്ക് ഒഴുകുന്നു. പുറത്തേക്ക് ഒഴുകുമ്പോൾ അത് ഫ്ലൂയിഡായിട്ട് നമ്മൾ വയറ്റിനകത്ത് വന്ന് നിറയുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇപ്പോൾ അതിനെ നമ്മൾ മലയാളത്തിൽ മഹോദരം എന്ന് പറയും, ഇംഗ്ലീഷ് അസൈറ്റസ് എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഈ ലിവറിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടിട്ടാണ് ഇതെല്ലാം ശുദ്ധീകരണ പ്രക്രിയയും ഫ്യൂവലിൻ്റെ എത്ര ഫ്യൂവൽ വേണം തീരുമാനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വിടുന്നതെല്ലാം ലിവറാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനെല്ലാം ബാധിക്കും. ആൾക്കാർ ചെന്ന് ഓരോ സെല്ലിനെയും ഇപ്പോൾ സാധാരണ ഇത് ഞാൻ പറഞ്ഞല്ലോ, നോർമലായിട്ടുള്ള ലിവറും മുറിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല. മിക്കവാറും ഒരു 2/3 മുറിച്ച് കളഞ്ഞാലും ഒരു പക്ഷേ പ്രശ്നമില്ലായിരിക്കാം. പക്ഷേ ഇത് എത്ര ദിവസത്തിനുള്ള റീജനറേറ്റ് ചെയ്യുന്നത്? അത് നമ്മുടെ പിന്നെ ആവശ്യം എങ്ങനെയാണോ, അതായത് ശരീരത്തിൻ്റെ ബോഡി വെയ്റ്റും ഹൈറ്റും ഒക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ്. അത് സ്വയം നോർമൽ ലിവർ ആണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ 20-25% ലിവർ മതി നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെയും കൂടി, അതായത് ബാക്കി 70-75% ഉൾപ്പെടെ നശിക്കുമ്പോഴാണ് നമുക്ക് സിറോസിസ് കൊണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വേണം എന്ന് ഡോക്ടർമാർ ചെയ്യും. പറഞ്ഞ് മനസ്സിലായി? അതായത് നശിച്ചുകൊണ്ടിരുന്നാലും ലിവർ അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ നശിച്ച് പകുതിയായാലും ബാക്കി പകുതി ചെയ്തുകൊണ്ടിരിക്കും, പകുതി സെൽസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 80% ആകുമ്പോഴത്തേക്ക് പിന്നെ ശരീരത്തിൽ ഇത്രയും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടിക്കാനുള്ള സംഭവം ഇല്ല. അപ്പോൾ ആണ് നമ്മൾ ലിവർ മാറ്റി വെക്കേണ്ടി വരും എന്ന് പറയുന്നത്.